ചക്കരകളെ എന്തുണ്ട് ചക്കരകളെ വിശേഷം? പിന്നെ ഇന്ന് എന്തുമായിരുന്നു, വെറുതെ ഇന്നലെ മത്തി ചുമ്മാ ഉള്ളിയും മുളക് പൊടിച്ചിട്ട് തിളപ്പിച്ച് കൂട്ടി ഇച്ചിരി ചോറുണ്ട്. ഒരു തുമ്മലിൻ്റെ ഗുളിക കഴിച്ചിട്ട് കണ്ണിങ്ങനെ മാഞ്ചി പോകണം, മയങ്ങിപ്പോണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സിങ്കു ഒരു പഴയ കഥ ഒരു പഴയ കഥയെന്ന് പറഞ്ഞാൽ, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കുഞ്ഞിലത്തെ ഒരവസ്ഥ, ഒരു 5-8 വയസ്സൊക്കെ ഉള്ളപ്പോൾ, 10 വയസ്സിൽ താഴെയാണ്. ആ സമയത്തൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ വേറെ കല്യാണം കഴിച്ച് പോയെന്ന് പറയും. സ്വന്തം ഇഷ്ടത്താൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരാളുടെ കൂടെ ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയി. അപ്പം അന്ന് ഞാൻ ജനിച്ച് എൻ്റെ അച്ഛനോട്ട് പിരിഞ്ഞു പോയി കഴിഞ്ഞിട്ട് അമ്മ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് മാരേജ് അമ്മ സ്വന്തം ഇഷ്ടപ്പെടാൻ പോയപ്പോൾ അമ്മ ഒരു തോടിൻ്റെ സൈഡിലൊരു ചിറയിൽ ഇങ്ങനെ ഒരു ചെറിയ ഷെഡ്, ഒരു കുടിൽ പോലെ തറപ്പാളയൊക്കെ വെച്ച് കെട്ടി ജീവിക്കുക. ഏറ്റവും മോശമായൊരവസ്ഥ അമ്മയുടെ. അമ്മ അങ്ങനെ ജീവിക്കുമ്പം കാലഘട്ടത്തിൽ അമ്മച്ചി എന്നോട് പറയും, മോനെ ഒന്ന് മേടിച്ച്. അമ്മയുടെ വീട്ടിലെല്ലാം സുലഭതയോടുള്ളൊരു വീടാണ്. തേങ്ങ, മാങ്ങ, ചക്ക, പിന്നെ അത്യാവശ്യം പച്ചക്കറികളെല്ലാം ഉണ്ട്, നെല്ലും തേങ്ങയും എല്ലാം ഉള്ള, അത് അന്നത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു അന്നത്തെ കാലത്തൊരു തറവാട്, നല്ല ഐശ്വര്യത്തിൽ കഴിയുന്നൊരു വീടാണ്. എല്ലാ സൗഭാഗ്യങ്ങളോടും അമ്മ സുഖസുന്ദരമായി അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കല്യാണം ചെയ്ത് ഞാനുണ്ട്, ജീവിതം ഒന്ന് ഫെയിലായിട്ടിരിക്കുന്ന അമ്മച്ചി അടുത്തത് ഒരു, അതായത് വറചട്ടി നെരുതിയിലോട്ട് വീണ കണക്ക് ഒരു ചേട്ടൻ ചാടി, ഒരു സ്വന്തമായിട്ടൊരു ജീവിതം അടുത്തത് വീണ്ടും തിരഞ്ഞെടുത്തതും മോശമായിപ്പോയി. അമ്മ കിടന്ന് അനുഭവിക്കുകയാണ്. അപ്പോൾ അമ്മേനെ ഒരുപാട് പേര് പെണ്ണ് കാണാനൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പട്ടാളക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ അമ്മയെ പെണ്ണ് കാണാൻ വരുന്ന ഓർക്കുന്നു. അമ്മേനെ ഒട്ടിച്ചാണ് ആ ആളമാർ പെണ്ണ് കാണിക്കാൻ നിൽക്കുന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മക്ക് അപ്പോൾ ഈ പ്രേമമുണ്ട്, കല്യാണം കഴിച്ച അമ്മയ്ക്ക് ഈ പ്രേമമുണ്ട്. അതുകൊണ്ട് അമ്മ ഈ കല്യാണം സമ്മതിച്ചില്ല. അമ്മയുടെ ആളെ ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മാമനെ പെങ്ങന്മാരൊന്നും അങ്ങനെ മോശമായിട്ട് പോകണമെന്ന് താല്പര്യമില്ല. എല്ലാവരും നല്ല നല്ല പോകണമെന്നുള്ളൊരാഗ്രഹമുള്ളൊരു മനുഷ്യനായിരുന്നു കേട്ടോ. ചീത്ത പേരൊന്നും കേൾപ്പിക്കരുതെന്നൊക്കെ നിർബന്ധമായിരുന്നു. അപ്പോൾ പുള്ളി നല്ലൊരു കാർന്നവരായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ കല്യാണം ആലോചിക്കാൻ ഒരു കല്യാണം ഞാൻ ഓർക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച ദിവസമൊക്കെ പെണ്ണ് കാണാൻ എൻ്റെ അമ്മേനെ പെണ്ണ് കാണാൻ വരുന്നത്. അപ്പം പേരയ്ക്ക് ചുറ്റും അമ്മേനിട്ട് ഓടിക്കുന്നതാണ്. ഇതൊന്നും പെണ്ണ് കാണാൻ അമ്മ നിന്ന് കൊടുക്കണ്ടേ. അമ്മ നിൽക്കുന്നുണ്ട്. അനിയത്തിമാരൊക്കെ കല്യാണ പ്രായത്തേക്ക് അനിയത്തിമാരെ കല്യാണം കഴിച്ച് വിടാൻ പറ്റുന്നില്ല. അന്നത്തെ കാലത്ത് ഒരു പെണ്ണ് വിവാഹബന്ധവും വിച്ഛേദിച്ചൊരു കുഞ്ഞുമായിട്ട് വന്ന് നിൽക്കുന്നതിൻ്റെ വലിയ അപരാധം പോലെയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലൊരു മനുഷ്യനെ പ്രേമിച്ച്, അതാണ് ഇപ്പോഴത്തെ അച്ഛൻ. അപ്പം പ്രേമിച്ച് അമ്മ മരിച്ചു പോയി കേട്ടാ. അപ്പം പ്രേമിച്ചിട്ട് അത് സാധാരണ നമ്മുടെ അമ്മയുടെ വീട് അത്ര സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു സാധാരണ വീട്ടിലൊരാളെ സ്നേഹിച്ച് അമ്മയുടെ ഇഷ്ടമല്ല, അമ്മ പുള്ളിക്കാരോട് ഇറങ്ങിപ്പോക്കളഞ്ഞ. ഈ വീട്ടിൽ പിന്നെ സ്വാതന്ത്ര്യം ഇല്ല ഇവർക്ക്. പണ്ടത്തെ വീടുകൾ അറിയാമല്ലോ അങ്ങനത്തെ. അപ്പോൾ ഈ ആളുടെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ അവസ്ഥയായി. അമ്മ അന്ന് ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഞാനിപ്പോഴും നോക്കുന്നു, അമ്മയുടെ നിറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്, നല്ല നിറയെ മേത്തൊക്കെ നിറച്ച് സ്വർണ്ണമൊക്കെ ഇട്ടല്ല കൊച്ചമ്മയെ പോലെ ജീവിച്ച അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഒന്നുമില്ല. പിന്നെ ഒരു 6 മാസം കൊണ്ട് ദാരിദ്ര്യമായി ജീവിതം. അത് അപ്പം അമ്മയ്ക്കൊരു ഇങ്ങേറ്റം പറഞ്ഞൊരു തേങ്ങ മേടിച്ച് കറി വെക്കാൻ പോലും, അരച്ച് കറി വെക്കാൻ പോലും നിവർത്തില്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് അമ്മ പോയി. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറയും, മോനെ തേങ്ങ അവിടെ അമ്മയുടെ വീട്ടിൽ തേങ്ങ ഇടുന്ന അമ്മയ്ക്ക് അറിയുന്നു. വലിയ പറമ്പല്ലോ, ഇഷ്ടംപോലെ പറമ്പുണ്ടല്ലോ. തേങ്ങ ഇടുമ്പോൾ അമ്മ ഞങ്ങളുടെ പറമ്പിൻ്റെ അങ്ങേറ്റത്ത് പെണ്ണമ്മയെന്ന് കൊണ്ടൊരു അമ്മയുണ്ട്, ഒരു ക്രിസ്ത്യൻ ഭവനമുണ്ട് അവിടെ. അതൊരു തറവാടാണ്. അവിടെ നിന്നിട്ട് അമ്മ പറയും, മോനെ ഞങ്ങൾ തേങ്ങ വറുക്കുമ്പോൾ അമ്മയുടെ ആങ്ങളെ കണ്ട അമ്മനെ അവിടുന്ന് ഓടിക്കും. ആ ഏരിയയിട്ട് എടുത്തില്ല. അമ്മ മോനെ എനിക്ക് ഇച്ചിരി തേങ്ങ എടുത്താടി, ഒരു കൊലയൊക്കെ അമ്മ വൈകുന്നേരം വരട്ടെ, രാത്രി വരട്ടെ മോനെ. ഞാൻ പറയും എനിക്കില്ല, എൻ്റെ കണ്ട് എനിക്ക് തല്ലി മേടിക്കാൻ, ഞാൻ മാമനങ്ങനെ കണ്ടല്ല, ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറയും. ഒന്നാലും അമ്മ എൻ്റെ പുറകെ കിടന്നു മനസ്സലീമിന് എനിക്ക്. അന്ന് രാത്രി പിന്നെ എനിക്ക് കിടന്നാലൊന്നും ഉറക്കമില്ല. ചക്കരകളെ അമ്മയ്ക്ക് ഇതെങ്ങനെ കൊടുക്കും എന്നോർത്തിട്ട് രാത്രിയിൽ ഉറക്കമില്ല. അപ്പോൾ അമ്മ പറയും, മോനെ ഞാൻ നാളെ രാത്രി 2 മണിയാകുമ്പം വരാവേ, മോനെ എടുത്ത് പുറത്തിട്ടേക്കണമെന്ന് പറയും. മോൻ പുറത്തിറങ്ങി വരണം, എനിക്ക് എവിടെ വെച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു തരണമെന്ന് പറയും. ഞാൻ പുറത്തിറങ്ങി 2 മണി എല്ലാവരും ഉറങ്ങി. അന്ന് എനിക്ക് നേരത്തെ ഉറങ്ങണം. ഈ രാജഗോപാലൻ രാജീവൊക്കെ ആയിട്ട് ഞാൻ കിടന്നുറങ്ങുന്നത്. അറിയാമല്ലോ, അവരെയൊക്കെ നിങ്ങൾക്ക് എൻ്റെ സ്ഥിരം വീഡിയോ കിടന്നവർക്ക് എൻ്റെ അമ്മാവൻ്റെ മക്കളാണ്. അവരായിട്ട് കിടന്നുറങ്ങുമ്പോൾ അവരെ വേഗം എനിക്ക് ഉറക്കണം. പ്രേതത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് ഇവർ കൂർക്കം വലിച്ചുറങ്ങിയാൽ എനിക്ക് പുറത്തുനിന്ന് എഴുന്നേറ്റ് പോയി 2 മണിക്ക് എൻ്റെ അമ്മയ്ക്ക് തേങ്ങയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ.
ഇവരെ കൂർക്കം വലിച്ച് കിടത്തി ഉറക്കി കഴിയുമ്പോൾ മാമനും അമ്മയൊക്കെ നല്ല, ആ സമയത്തൊന്നും ഇടി വെട്ടിയപ്പോലും അറിയത്തില്ല ഉറക്കത്തിൽ. ഞാൻ ഇറങ്ങൂടെ ചക്കരകളെ, ഞാൻ ഇറങ്ങുമ്പോൾ എൻ്റെ കൂടെ അവിടെ കൂടെ ഇറങ്ങുന്ന ഒരാളുണ്ട്. ഞാൻ പുറത്തോട്ട് ഇറങ്ങാൻ നോക്കിയിരിക്കും, അങ്ങോട്ട് വരും. ആരാന്നറിയാവോ? വീട്ടിൽ സുൽത്താൻ നമ്മുടെ ഒരു പട്ടിയുണ്ട്. അയ്യോ, ഈ പട്ടി എൻ്റെ പുറകെ വരും. എന്നിട്ട് നമ്മുടെ കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, കൂടെ വന്ന് ഞാൻ ഈ കുളത്തിലൊക്കെ പാത്തു വെച്ചിരിക്കുക തേങ്ങയെല്ലാം എടുത്ത് അമ്മയുടെ വീട്ടിൻ്റെ അവിടെ ഒരു ഇങ്ങനെ കച്ചിയൊക്കെ ഇടുന്ന സ്ഥലമുണ്ട്, അവിടെ നിറച്ച് കോഴികളാണ്. അപ്പോൾ അമ്മ മോനെ 2 കോഴീനെ വേണമായിരുന്നടി, അമ്മ എത്ര നാളായിട്ട് ഇറച്ചിക്കറി കൂട്ടിയിട്ട്. അപ്പോൾ 2 കോഴീനെ അമ്മ എടുത്തോട്ടെ മോനെ. നമ്മുടെ കോഴി ഒച്ചയിടും, കോഴി ഒച്ചയിടും. ഞാനും അമ്മയും കൂടെ കോഴീനെയും മുട്ടയും 2 കോഴീനെയൊക്കെ അപ്പോൾ കോഴി അപ്പോൾ ഈ സുൽത്താൻ പട്ടി ബൗ 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 എന്നിട്ട് കുരയ്ക്കുമ്പോൾ മോമനകത്തുനിന്ന് ഈ സ്വരം കോഴി പട്ടി കോഴിയെ പിടിക്കാൻ ചെന്നത് സുൽത്താൻ സുൽത്താൻ എന്ന് വിളിക്കും. ഇവിടെ രാത്രി കിടന്നുകൊണ്ട് ഈ കോഴിയുടെ സ്വരം കേൾക്കുമ്പോൾ മാമനവിടെ. അപ്പം ഞാൻ പേടിച്ച് പറഞ്ഞു, ദൈവമേ ടീച്ചറെ, മാമൻ അറിഞ്ഞാൽ അമ്മനെ കൊല്ലും. അമ്മേനെ അമ്മ പാഞ്ഞ് ഓടിക്കളെ, അമ്മ എനിക്ക് ഓടിക്കളെ, ഞാൻ അടിയും കൊള്ളേണ്ടി പറ്റില്ല. ഞാൻ പറഞ്ഞു ഞാനില്ല അമ്മേ. അതുകൊണ്ട് കോഴീനെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. 2 കോഴീനെയൊക്കെ അമ്മ പതുക്കി എടുത്തുകൊണ്ട് കുറേ മുട്ടയൊക്കെ പെറുക്കി. അതിന് മാത്രം കോഴി ഉണ്ടായിരുന്നു അവിടെ. എന്നിട്ട് അമ്മ ഈ ഇതെല്ലാമായിട്ട് വള്ളത്തെ കയറിയാണ് പോകുന്നത്. ഈ പട്ടി എന്തെന്ന് അറിയാമോ, ഈ സാധനമെല്ലാം പെറുക്കി നമ്മുടെ വള്ളത്തെ കയറ്റുന്നവരെ പട്ടിയോടെ എൻ്റെ കൂടെ മര്യാദ അടങ്ങി ഒതുങ്ങി നിൽക്കും. ഈ സാധനം വള്ളത്തെ കയറ്റി ഈ വള്ളം എടുത്ത് വള്ളം തുഴഞ്ഞ് അമ്മ പോകണമെമ്പോൾ ഓരിയിട്ട് കുരയ്ക്കും പട്ടി. മോവൻ ലാസ്റ്റ് ടോർച്ചെടുക്കും അവിടുന്ന്. ടോർച്ചിന് അടിയടിച്ചാൽ അങ്ങ് അറ്റം വരെ കാണാം. അപ്പം പട്ടി വൗ 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 ഇതുകൊണ്ട് പോകരുതെന്ന് മനസ്സിലായ, എന്നിട്ട് കുരയ്ക്കും. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞില്ല, ഞാൻ പേടിച്ച് വിറച്ച് പോയിട്ടുണ്ട്. മോമൻ കിടന്നുകൊണ്ട് ഓരാണ് കൊള്ളൻ ഓരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പാഞ്ഞോടി വന്നാണ്. ഈ ചെളിയായിരിക്കും മേത്ത് കയ്യിൽ വന്നാണ് ഇവിടെ വന്ന് ഈ പുല്ലും ചെളിയിലും അവിടെയെല്ലാം നടന്നു വെച്ച് ഓടി വന്ന് കുളത്തിലിറങ്ങി കഴുകാൻ പോലും പറ്റത്തില്ല. ഓടി വന്ന് കയറി കിടക്കുന്നത് സത്യം. കാരണം ഈ പായൽ വന്ന് നോക്കി എങ്ങനെ ഞാനില്ലെന്ന് പറഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ കിടന്നത്തില്ല, നല്ല ഒന്നാന്തരം തല്ലും മേടിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ എന്നോട് അമ്മ പിടിച്ചു അമ്മ ഏറ്റവും പേടിച്ചൊരു കാര്യം, ഏറ്റവും സന്തോഷിച്ചൊരു കാര്യം. അയ്യോ, എന്നിട്ട് ഇതൊക്കെ ഞാൻ കെട്ടിപ്പുറക്കി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു ചക്കരകളെ. അത് നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പോൾ അയ്യോ എനിക്ക് വേദനയായിപ്പോന്നും പറഞ്ഞില്ല, അതൊക്കെ ചിരിക്കാനുള്ളൊരു കാര്യം. പട്ടിയുടെ കാര്യമാണ്. എന്നിട്ട് പട്ടിയും ഞാനുമായിട്ട് ഇങ്ങോട്ട് പോരുമല്ലോ, പട്ടി എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഇങ്ങോട്ട് പോരും. പട്ടി എൻ്റെ അടുത്ത് ഇങ്ങനെ എന്തിനാ കൊടുത്തു വിട്ടേന്നൊക്കെ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുന്നത്. എന്നിട്ട് ഞാനത് ജീവിതത്തിൽ മറക്കത്തില്ല. എന്നിട്ട് ഞാൻ ഈ പട്ടിയായിട്ട് ഞങ്ങൾ റേഷൻ കടയിൽ പോകും. റേഷൻ കടയിൽ പോയി പട്ടി പുറകെ വരും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ചാക്കിലായിരിക്കുമല്ലോ ഈ തേങ്ങയൊക്കെ കൊടുത്തുവിട്ടിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ വീടിൻ്റെ വാതിക്കൽ കൂടെ പോകുമായിരിക്കും. ഈ പട്ടിക്ക് അതൊക്കെ നല്ല ഒന്നാന്തരം സ്മെല്ല് പിടിച്ചത്. അമ്മയുടെ വാതിക്കൽ കൂടെ പോകുമ്പോൾ അമ്മേനെ പട്ടിക്ക് അറിയത്തില്ലെന്ന് ആലോചിച്ചോണം. അമ്മ പോയി കഴിഞ്ഞാൽ കുറേ നാൾ കഴിഞ്ഞിട്ടുള്ള ഈ പട്ടി. ഈ അമ്മയുടെ വീട്ടിൽ അമ്മ എന്തറിയാവുക, ഈ ചാക്കിനകത്ത് കുറച്ച് പിന്നെ ഇത് എന്താണ് തൊണ്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുക, കുറച്ച് ഇട്ടിങ്ങനെ വാതൊക്കെ വെച്ചിരിക്കുക. ഇപ്പോൾ ഉണ്ടാരപ്പട്ടിയ വാതൊക്കെ കൂടെ ഞാൻ പോവുകയാണ്. എൻ്റെ കൂടെ വന്നിട്ട് ഓടിപ്പോയി അമ്മ ചാക്കിനകത്തിട്ട് വെച്ചിരിക്കുന്ന സാധനം കാട്ടിച്ചോണ്ടും എൻ്റെ പുറകെ വരുന്നു, കാട്ടിച്ച് പിടിച്ചോണ്ട് എൻ്റെ പുറകെ. എന്നാന്നറിയാം, അത് നമ്മുടെ വീട്ടിലെ ചാക്കല്ലേ, എൻ്റെ ലൈഫിൽ മറക്കത്തില്ല അതൊന്നും. അങ്ങനെ പട്ടി ഭയങ്കരമായിട്ട് ഞാനുള്ളതുകൊണ്ട് അമ്മയെ ഉപദ്രവിക്കാതെ വിട്ടത്. പട്ടിക്ക് ഭയങ്കര, ഞാനപ്പോൾ ഓർത്ത് പട്ടിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അമ്മേനെ കണ്ടിട്ട് പട്ടി ഭയങ്കര കുരയ്ക്കൽ, അതായത് അവിടുന്ന് സാധനങ്ങൾ മോട്ടിച്ച് കൊണ്ടുപോകുന്ന ഈ പട്ടി കണ്ടല്ലോ, അമ്മേനെ കണ്ടിട്ട് കുരയ്ക്കും. പട്ടിയുടെ അമ്മ പറയും ഞാൻ അവിടുത്തെ പട്ടിയോട് പറയാം. അമ്മ പറയുന്നത് എടാ പട്ടി, സുൽത്താൻ എന്നാ എൻ്റെ പേരെ, എടാ സുൽത്താനെ ഞാൻ നിൻ്റെ വീട്ടിലേടാ, ഞാൻ അവിടുത്തേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പട്ടി ഞാനിപ്പോഴും റേഷൻ കടയിൽ പോയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവൻ എൻ്റെ കൂടെ വെറുതെ വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ബുദ്ധി ഉണ്ടാകുന്ന ആലോചിക്കും. അതൊക്കെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവൻ കാലിക്ക് എൻ്റെ കൂടെ വന്ന് മണ്ണെണ്ണയും സാധനമൊക്കെ പിടിച്ചിട്ട് തിരിച്ചു വരും. അപ്പം എൻ്റെ കൂടെ വന്നിട്ട് ഈ തൊണ്ട് വെച്ചിരിക്കുന്ന
ഈ ചാക്ക് കടിച്ച് വലിച്ചുകൊണ്ട് വരുമോ എൻ്റെ പുറകെ. അമ്മ ഓട്ടി വരുമ്പോൾ ഇപ്പം അമ്മയുടെ നേരെ ചാടുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവനൊക്കെ ഭയങ്കര ബുദ്ധിയാണ്, പട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്. പട്ടി അതായത് ഞങ്ങളുടെ വീട്ടിൽ കിടന്ന ചാക്കിലല്ലേ ഇവിടെ, അവിടുത്തെ ചാക്കിലല്ലേ ഇവിടെ സാധനം കൊടുത്തു. ആ ചാക്ക് അത് പൊക്കുന്നു. അത് കണ്ടോടനെ അതിൻ്റെ തൊണ്ടി മുതൽ എടുത്താണ്. അതിൽ ലൈഫിൽ അവൾ പട്ടിയുടെ കാര്യം പറഞ്ഞിരുന്ന് ആകെ തോന്നുന്നൊരു പട്ടിയുടെ കാര്യം പറയുമെന്ന് ഞാൻ വീഡിയോ കേട്ടപ്പോൾ ഞാൻ ഈ പട്ടിയുടെ കാര്യം പറഞ്ഞു തന്നെയാണ്. എൻ്റെ ദൈവമേ, പട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണ്. നല്ല എനിക്ക് വലിയ കൂടിയനം പട്ടികളെ കുറിച്ചൊന്നും അറിയത്തില്ല. എന്തായാലും ഈ നാടൻ പട്ടികൾ, അന്നത്തെ സുൽത്താൻ എന്നാ പേര്, അപ്പൂപ്പനിട്ട പേരാ സുൽത്താൻ എന്ന് പറഞ്ഞൊരു പേരാണ്. സുൽത്താൻ ചെത്ത് കഴിഞ്ഞ് കൈസർ എന്ന് പറഞ്ഞൊരു പട്ടികളത്തി, അങ്ങനെ ഓരോ പേരിടുമായിരുന്നു പട്ടിക്ക്. ഈ സുൽത്താൻ ഞാൻ ചെയ്തില്ല. നമ്മൾ ഇപ്പം ഞാൻ സ്കൂളിൽ പോകാൻ നിർത്തും. ഞങ്ങളുടെ അവിടെ ഒരു സ്കൂളുണ്ട്, SNDP സ്കൂൾ. ഞാൻ ആ സ്കൂളിൽ രാജീവ് അങ്ങനെ പിള്ളേർ, അവർ കുഞ്ഞു പിള്ളേരെ. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക ഞാൻ. അപ്പോൾ സ്കൂളിൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂളിലിരിക്കുമ്പോൾ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ കയറിപ്പോൾ വാതുക്കെ ഒന്ന് നോക്കുക, വാതുക്കലിട്ട് നോക്കിയിരിക്കും. നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആ ഭയങ്കര തുള്ളിച്ചാട്ടോ നമ്മൾ വന്നല്ലോ അടുത്ത നാൾ. ജീവിതത്തിൽ അത് മറക്കത്തില്ലല്ലേ, നമ്മുടെ ചെറിയ കാലഘട്ടത്തിലുള്ള കാര്യങ്ങളൊക്കെ മറക്കുക ആരെങ്കിലും. അതുപോലെ തന്നെ നമ്മൾ ഓടിച്ചിട്ട് കോഴിയെ പിടിച്ചിട്ട് ആരെങ്കിലും ഒരു വിരുദ്ധക്കാർ വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, കോഴിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പം പറയും 2 കോഴിയെ പിടിച്ച് കൊല്ലാൻ പറയും. ഈ കോഴികൾക്ക് വന്ന് PT ഉഷയിലും വലിയ ഓടാനുള്ള കാലിന് ഭയങ്കര പവറാണ്. നമ്മളാ പുറം മുഴുവൻ ഓടിച്ചിട്ട് തളർന്ന് ലാസ്റ്റ് ഈ വീടിനകത്ത് കയറും. വീടാണല്ലോ അന്നത്തെ കാലത്ത് വലിയ വീടാണ്. ഈ വീടിനകത്ത് വന്ന് കയറി പറന്ന് അണച്ച് അവസാനം നമ്മളും തളരും. ഈ കോഴീനെ പിടിച്ച് കൊടുത്ത് അതിനെ മുറിച്ച് അന്നത്തെ കാലത്ത് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് മുക്കിയിട്ടാണ് രോമമൊക്കെ കളയുന്നത്. ഓർക്കുന്നുണ്ട്? അങ്ങനെയാണോ? അന്ന് ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ. രോമമെല്ലാം കളഞ്ഞിട്ട് ഞാനിപ്പോഴും അമ്മമ്മ കുറേ ഉള്ളിയൊക്കെ പൊളിപ്പിച്ച് അമ്മയുടെ അടുത്ത് വരെ ഇട്ട് പൊളിച്ച് കൊടുത്തിട്ട് കിഴങ്ങൊക്കെ ഇട്ടാന്ന് വറുത്തരച്ച് കറി വെക്കുന്നത്. എൻ്റെ അമ്മയെ എന്തൊരു മണമാണ് ആ കറി കൂട്ടി ചോറിന്. എനിക്ക് കഴിഞ്ഞ ദിവസം ഓർത്ത് ആലപ്പുഴ പോകുമ്പോൾ ഒരു നാടൻ കോഴീനെ കൊന്നിട്ട് അങ്ങനെ കറി വെക്കണം. ഞാൻ തന്നെ ഞാൻ ആ കറി കൂട്ടൊക്കെ എനിക്കിപ്പോഴും അറിയാം. കാരണം ഞാനതെല്ലാം എനിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ചെറുതിലെ അമ്മമ്മയൊക്കെ എടുത്ത് ഇങ്ങനെ കറി വെക്കുന്ന സ്ഥലത്ത് നോക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അമ്മ അങ്ങനെ കറി വെക്കുമായിരുന്നു, കോഴിയുടെ കറി. എന്നിട്ട് ആ നാടൻ കറി അങ്ങനെ വെച്ചിട്ട് എല്ലാവർക്കും ഒരേ വാഴയില വെട്ടിക്കൊണ്ടുവരും. എന്നിട്ട് വാഴയില ഇട്ട് അപ്പോഴൊക്കെ എപ്പോഴും ഈ പപ്പായ ചാറ്, പപ്പായ തോരൻ എല്ലാമാണ്. ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് എല്ലാവരും വീട്ടൊരു പപ്പായ മരൊക്കെയാണ്. പപ്പായ ചാറ്, പപ്പായ തോരൻ, ഈ വറുത്തരച്ച കോഴിക്കറി. അന്നിങ്ങനെ ഉലർത്തലും മെഴുക്കുരട്ടിയും പോലെ ഇങ്ങനെ നമ്മൾ ഉലർത്തി ഉണ്ടാക്കുന്ന പോലെ ഒന്നും തുകർത്തി ഉണ്ടാക്കത്തില്ല. കാരണം എത്ര അംഗങ്ങളുണ്ട്, എല്ലാവർക്കും വിളമ്പട്ടെ. അതുകൊണ്ട് അങ്ങനത്തെ ചെറിയ കറികൾ ഉണ്ടാക്കത്തില്ല, വലിയ കറികളാണ്. കിഴങ്ങൊക്കെ ഇട്ട് നന്നായിട്ട് വറുത്തരച്ച് വലിയ കറിയാണ് വെക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വറുത്തരച്ച് തേങ്ങയൊക്കെ കൂട്ടി വെക്കുമ്പോൾ എല്ലാവർക്കും വിളമ്പാനുള്ളത് കാണുമല്ലോ, മനസ്സിലായോ? എന്നിട്ട് അങ്ങനത്തെ കറി വെച്ചിട്ട്, പക്ഷേ അതിന് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നത്തെ കണക്ക് കുറേ ഉള്ളിയൊന്നും ചേർക്കത്തില്ല. ഞാനിപ്പോഴും കുറച്ച് പച്ചമുളകൊക്കെ ചേർക്കുന്നത്. തേങ്ങ കൂടുതലെടുത്ത് മല്ലിയൊക്കെ നല്ല കൊത്തമല്ലിയൊക്കെ ഇട്ട് വറുത്തരയ്ക്കുന്നതാണ് കൂർക്കുന്നത്. മഞ്ഞൾ കഷ്ണം, ഇന്നത്തെ പോലെ മഞ്ഞപ്പൊടിയൊന്നും ഇല്ലല്ലോ. എന്നിട്ട് അത് ഉരലി വെച്ചൊന്ന് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അരകല്ലിൽ ഇട്ടിട്ട് കുറേശ്ശെ ഇങ്ങനെ അരച്ചരച്ച് അമ്മയുടെ അനിയത്തി ഗോമതി നമ്മുടെ അനിയത്തിൻ്റെ പുള്ളിക്കാരി ഇത് അരച്ചെടുത്തിട്ട് കറി വെക്കുന്നത് ഞാനിപ്പോഴും ഭയങ്കര ടേസ്റ്റാണ് ചക്കരയാണ്. എന്നിട്ട് ആ ഉച്ചയ്ക്ക് ദൈവമേ ആ ചോറുണ്ണാൻ വേണ്ടി കോഴീനെ ഓടിച്ച് പണ്ടാരം വിശന്ന് കളഞ്ഞിരിക്കുമായിരിക്കും. ഭയങ്കര വിശപ്പാണ്. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. അതൊക്കെ ഒരു രസമുള്ള കാര്യമാണ്. പഴയത് പറയാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത നല്ല ഒരു ഓർമ്മ. എൻ്റെ അമ്മയ്ക്ക് തേങ്ങ മുട്ടിച്ച് കൊടുത്തത്, ആ പട്ടി ചാരിയോടുള്ള യുദ്ധം. എൻ്റെ പൊന്നെ, രാവിലെ എൻ്റെ കയ്യിലും കാലിലും മേത്തൊക്കെ ചെളി നനഞ്ഞ വസ്ത്രത്തോട് ഓടി വന്ന് കിടന്നുകൊണ്ട് എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ. എന്നാൽ ഞാൻ രാത്രി മുഴുവൻ ഒരു 1:30 മുതൽ ഉറക്കം നിന്നില്ല. പറമ്പ് കുറേ നടക്കാനുണ്ട്. നടന്നാണ് ഇതെല്ലാം ശേഖരിച്ച് കൊടുത്തൊക്കെ 2-3 കോലയൊക്കെ കൊടുത്ത് എല്ലാമായിട്ട് വിടും. അമ്മ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരു 1-2 ആഴ്ച നമുക്ക് ജീവിക്കാനുള്ള സാധനമായിട്ടായിരിക്കും അമ്മ അവിടെ നിന്ന് പറമ്പ് ചെയ്തെടുത്തോണ്ട് പോകുന്നത്. മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ചിരി. അങ്ങനെ ഞാൻ മോട്ടിച്ചിട്ടുണ്ടായിരുന്നെന്ന് ആർക്കും അറിയത്തില്ല. ഇന്നിപ്പോൾ ഞാൻ ഇതിലൂടെ കഥ പറയുമ്പോൾ അവരാകാംക്ഷയോടെ കേൾക്കുവാണ്, മനസ്സിലായി? അയ്യോ, അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യം. ഇപ്പോൾ ഒന്ന് പുറത്തോട്ടിറങ്ങി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പം തന്നെ കൊണ്ട് കുറയ്ക്കാൻ വരും.
കുരക്കാൻ തുടങ്ങി സുൽത്താനെ പഠിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് തൊടലൊന്നുമില്ല പൂട്ടിയിടാനൊന്നും. ഇവനിങ്ങനെ ഫ്രീ ആയിട്ട് വീട്ടിൽ ജീവിക്കുമല്ലേ. നമ്മളിപ്പോൾ ഒരാളോട് കുരയ്ക്കില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇവൻ കേൾക്കും. പക്ഷെ ഇപ്പോൾ വലിയവരെ മാമനെ അറിയാം, ഞങ്ങളെല്ലാം പരസ്പരം അറിയാം. മാമനെ പേടിയാണ്. ഞങ്ങളെങ്ങനെ മാമനെ പേടിക്കുന്നത് അതുപോലെ തന്നെ ഈ പട്ടിക്കും പേടിയാണ്. സുൽത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മിണ്ടത്തില്ല. അങ്ങനെയുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പറഞ്ഞാൽ അവൻ മിണ്ടായിരിക്കത്തില്ല. നമ്മളോടൊരു സ്നേഹമാണ്. നമ്മുടെ ഒപ്പം നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള രീതി അവൻ നിൽക്കും. അവർ പേടിച്ച് നിൽക്കും. മനസ്സിലായി? അങ്ങനെയായിരുന്നു. അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു നല്ല ഓർമ്മ, ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ. അടിച്ചു മാറ്റലും കൊടുക്കുന്നതും അതൊക്കെ ലൈഫിൽ ഞാൻ ഇടക്കിടക്ക് എൻ്റെ മനസ്സിലൂടെ എനിക്ക് പള്ളാത്തെടുത്ത് അമ്മയുടെ വീട്ടിലൊക്കെ പോകണമെന്ന് പറയുമ്പോൾ എനിക്ക് ആ പറമ്പിലോട്ടേക്ക് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴും ആ ഓർമ്മകളാണ് വരുന്നത്. ദൈവമേ, ഞാൻ ഇവിടുന്ന് ഇന്നതെടുത്തായിരുന്നു, ഇന്ന ചെയ്തായിരുന്നല്ലേ, ഇന്ന ഭാഗത്തൂടെ നടന്നത്. ഞാൻ അതൊക്കെ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ ഓർമ്മ വരും. ഇത്രയുള്ള ചക്കരകളെ ഇവിടെ ഞാൻ മത്തി, ലോക്കൽ മത്തി ഉണ്ടല്ലോ മത്തി, അത് മുളകിട്ട് കറി വെച്ച്. വേറെ ഒന്നും ഉണ്ടായില്ല സത്യം പറയില്ല. മുളകിട്ട് വെറുതെ ഉള്ളി മുളക് അടിച്ചിട്ട്. കാരണം എനിക്ക് ഉറക്കം വരലായിരുന്നു. ഞാൻ കുളിച്ച് വന്ന് പ്രാർത്ഥനയൊന്നും മുടക്കത്തില്ലായിരുന്നാലും അതൊക്കെ ഞാൻ മുടക്കാതെ ചെയ്തു. എന്നിട്ട് വന്നിരിക്കും. പുറത്തും കൂടെ എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ അമ്മ അന്നങ്ങനെ പോയി. ഈ പിന്നെ പോയി വീട്ടുകാരെയൊക്കെ എതിർത്ത് അമ്മ സ്വന്തമായിട്ട് അന്നത്തെ കാലത്ത് ഭയങ്കര ധൈര്യമായിട്ട് സ്വന്തമായിട്ടൊരു ജീവിതം സെപ്പറേറ്റ് ഉണ്ടാക്കി. അമ്മേനെ നല്ലപോലെ സ്നേഹിക്കുന്ന ഒരാളെ അമ്മയ്ക്ക് കിട്ടിയത്. സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിൽ അമ്മേനെ ജീവിതം വലിയ സ്നേഹമായിരുന്നു. അവർ തമ്മിൽ നല്ല സ്നേഹിച്ച് ജീവിച്ച് അവസാന കാലഘട്ടത്തെ അമ്മ കിടന്നു പോയിരുന്നു. അച്ഛൻ നല്ലപോലെ അമ്മയെ നോക്കിയായിരുന്നു. ആ അച്ഛൻ അമ്മയെ നല്ലപോലെ നോക്കിയായിരുന്നു. അതിലുള്ളതാണ് എൻ്റെ ആങ്ങള ബിനീഷ്. ഞാൻ കാണിക്കത്തില്ല ആങ്ങളെ നടത്തുന്നത്. അച്ഛൻ നല്ലപോലെ അമ്മയെ നോക്കിയായിരുന്നു. നല്ല ജീവിതമായിരുന്നു. വലിയ സാമ്പത്തിക പുരോഗതിയൊന്നും ഇല്ലെങ്കിൽ അവർ തമ്മിൽ മാനസികമായിട്ട് മരിക്കും വരെ സന്തോഷമായൊരു ജീവിതമായിരുന്നു. ഓക്കേടാ ചക്കരകളെ.